നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വാർദ്ധക്യ സഹജമായ കേൾവിക്കുറവും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പമുള്ളത് ഇൻഡോ ഓസ്ട്രേലിയൻ ഹിയറിംഗ് സെൻറ്ററിലെ സീനിയർ പ്രിൻസിപ്പൽ ഓഡിയോളജിസ്റ്റായ സലിമോൻ ജോസഫാണ്. നമസ്കാരം സർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. താങ്ക് യു സർ, സാധാരണഗതിയിൽ നമുക്കറിയാം പ്രായമായി വരുമ്പോൾ ഈ കേൾവി കുറയുന്നത് ഒരു നോർമൽ പ്രൊസീജിയറായിട്ടാണ് നമ്മുടെ സമൂഹം കേൾക്കുന്നത്. ഇപ്പോൾ പ്രായമായ ഒരു അമ്മമ്മ നമ്മളൊരു കാര്യം പറയുമ്പോൾ കേൾക്കാതെ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും വളരെ പൊളൈറ്റായിട്ട് വീണ്ടും ഒന്നുകൂടി പറയുക എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്താണ് സാധാരണ പ്രായമാകുമ്പോൾ കേൾവിക്കുറവുണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്, അതായത് ചെവിയുടെ ഉൾഭാഗത്ത് കോക്ലിയ എന്ന് പറയുന്ന ഒരു അവയവമാണ് നമുക്ക് കേൾവി സാധ്യമാക്കി തരുന്നത്. അതിൽ ഹെയർ സെൽസ് പ്രായമാകുമ്പോൾ ഈ ഹെയർ സെൽസ് ഡീജനറേറ്റ് ചെയ്യും. ഈ ഹെയർ സെൽസിന് ഡാമേജ് ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന കേൾവിക്കുറവാണ് പ്രധാനമായും നമുക്ക് പ്രായമാകുമ്പോൾ ആൾക്കാർക്ക് അനുഭവപ്പെടുന്നത്. അതിന് വൈദ്യശാസ്ത്രത്തിൽ ഇതുവരെ മോഡേൺ മെഡിസിനിൽ മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതിന് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഒരു കണ്ണാടി വയ്ക്കുന്നത് പോലെ, കണ്ണിന് കാഴ്ച കുറവുള്ളപ്പോൾ കണ്ണാടി വയ്ക്കുന്നത് പോലെ നമുക്ക് ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്ന ഉപകരണം, ഒരു ഇലക്ട്രോണിക് ഉപകരണം നമുക്ക് വെക്കാൻ സാധിക്കും. അത് സൗണ്ട് ആംപ്ലിഫൈ ചെയ്യും, ബൂസ്റ്റ് ചെയ്ത് കേൾക്കും. പക്ഷേ നമ്മൾ ആദ്യം കേൾവി ടെസ്റ്റ് നടത്തിയ ശേഷം മാത്രമേ ഉള്ളൂ ശ്രവണസഹായി ഉപയോഗിക്കാവുള്ളൂ. തീർച്ചയായിട്ടും സാർ, പലപ്പോഴും ഈ പ്രായമായവരുടെ കേൾവി പ്രശ്നങ്ങൾ പലപ്പോഴും നിസ്സാരവൽക്കരിക്കപ്പെടാറുണ്ട്. ഇപ്പോൾ പ്രായമായവർ വീട്ടിലൊരു അമ്മയുണ്ടെങ്കിൽ അവർക്ക് ഒരു കേൾവിയുടെ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടിയും ബാക്കിയൊക്കെ അസുഖത്തിന് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും പലപ്പോഴും ഈ കേൾവിയുടെ ചെറിയൊരു പ്രശ്നമാണെങ്കിൽ കൂടിയും അത് പലപ്പോഴും വലിയ അറ്റൻഷൻ കൊടുക്കാതെ ആ പേഷ്യൻറ്റും വലിയ രീതിയിലുള്ള അറ്റൻഷൻ കൊടുക്കില്ല, പലപ്പോഴും വീട്ടിലുള്ള മറ്റംഗങ്ങളും അറ്റൻഷൻ കൊടുക്കാതിരിക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ വ്യക്തിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് യഥാർത്ഥത്തിൽ ഫേസ് ചെയ്യേണ്ടി വരിക? ഒത്തിരി നമ്മുടെ കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലും മക്കളും വല്യമ്മയും വല്യപ്പനും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തിൽ സംസാരം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ നന്നായിട്ട് ശ്രവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരു ചായ വേണമല്ലോ എന്ന് ചോദിക്കുമ്പം എന്നതാ പറഞ്ഞത്, നമ്മൾ ചോദിക്കുന്നയാൾക്ക് 2-3 പ്രാവശ്യം ആവർത്തിച്ച് കഴിയുമ്പോൾ അത് മറ്റേയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ഒരു ഫ്രസ്ട്രേഷനാവും, പിന്നെ ഒരു അരിശത്തിലോട്ട് വരും. അപ്പം ഈ കേൾവി നമ്മൾ ശ്രദ്ധ കൊടുക്കണം. നമ്മൾ ആൾക്കാർ മനസ്സിലാക്കേണ്ടത് കണ്ണാടി വയ്ക്കുന്നത് പോലെ അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പോലെ കേൾവിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. പിന്നെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാതെ വരുമ്പോൾ നമുക്കൊരു സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു രീതി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. നീ ഒച്ച പറയാത്തത് കൊണ്ടാണ് ഞാൻ കേൾക്കാത്തത്, അതുകൊണ്ട് നീ ഒച്ച പറ, അപ്പം ഞാൻ കേൾക്കും. അപ്പം ബ്ലെയിം നമ്മൾ മറ്റേയാളുടെ കോട്ടിലോട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ വിദേശത്ത് ഓസ്ട്രേലിയയിൽ 13 വർഷം ഉണ്ടായിരുന്നു. 8 വർഷം ഓഡിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഒരു സായിപ്പിനോ ഒരു മാതാമ്മയ്ക്കോ അവരുടെ ഒരു പോരായ്മ കൊണ്ട് സോറി എന്ന് പറയേണ്ടി വരുന്നത് അവർക്ക് മോശമാണ്. അപ്പം അവർ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, അവരതിന് പറ്റിയ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യും. അതായത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ളത്, അവർക്ക് പോരായ്മ ഉണ്ടെങ്കിൽ അത് പോരായ്മ നികത്താൻ നോക്കും. നമ്മൾ പലപ്പോഴും പ്രായമായില്ലേ, കുറേ കേൾക്കാതെയും കാണാതെയൊക്കെ ഇരിക്കും. നമുക്ക് അങ്ങനെ ഒരു സെയിങ് ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ, പ്രായമായി കഴിഞ്ഞാൽ കുറേ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുക, അങ്ങനെ ഒരു സെയിങ് ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിലാണ് കേൾവിനെ വലിയ പ്രാധാന്യം കൊടുക്കാതെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും സാർ, സാധാരണഗതിയിൽ ഈ കേൾവി എന്തുകൊണ്ട് പ്രായമായവരിൽ കേൾവി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു? അത് നമുക്കറിയാം. നമുക്ക് ഇപ്പോൾ നമ്മുടെ യങ് ജനറേഷനൊക്കെ ചെവിയിൽ മൊബൈൽ ഫോൺ ഒച്ചത്തിൽ സൗണ്ട് കേൾക്കാനും അല്ലെങ്കിൽ പാട്ട് പോലെയുള്ള ഉപകരണങ്ങൾ ഒച്ചത്തിൽ ഉപയോഗിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുന്ന ബോക്സസ് അല്ലെങ്കിൽ സൗണ്ട് വയ്ക്കുന്ന DJ പോലെയുള്ള പാർട്ടികളിൽ ഏർപ്പെടുക, അങ്ങനെയുള്ള ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പ്രായമായവരിൽ എല്ലാവർക്കും ഈ കേൾവിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഇത് എങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന് വളരെ നന്ദി. കാരണം ഞാൻ പല സ്കൂളുകളിലും ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ചെറുപ്പക്കാർ ചെവിയിൽ ഇയർഫോണും ഐപാഡും എല്ലാം വെച്ച് ഹെഡ്സെറ്റ് വെച്ച് യാത്ര ചെയ്യുമ്പോൾ വഴിയിലൂടെ അവർ സറൗണ്ടിങ്ങിനെ പറ്റി തീരെ ബോധവാന്മാരല്ല. അതേപോലെ നമ്മൾ അവരുടെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റും, നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ സ്പീക്കറിലൂടെ ഉള്ളിലോട്ട് കിടക്കുന്ന സൗണ്ട് എന്ത് ഒച്ചയിലായിരിക്കും. അതിന് വിദേശ രാജ്യങ്ങളിൽ 85 ഡെസിബൽ സൗണ്ടിനേക്കാൾ
കൂടിയ ബാക്ക്ഗ്രൗണ്ട് നോയ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇയർ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഉപയോഗിക്കണമെന്ന് നിയമം വഴി അനുശാസിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ കോൺക്രീറ്റ് ജാക്ക് ഹാമർ കൊണ്ട് കട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും ഒരു ഇയർ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നില്ല. ഇന്ത്യ ഗവൺമെൻറ്റിൽ ലെജിസ്ലേഷനുണ്ട്, പക്ഷേ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനോ എൻഫോഴ്സ് ചെയ്യാനോ നമ്മുടെ ഭരണകർത്താക്കൾക്കോ ബ്യൂറോക്രാറ്റ്സോ ശ്രമിക്കുന്നില്ല. നമ്മുടെ നഷ്ടം അവസാനം നമ്മുടെ മാത്രം നഷ്ടമായിട്ട് ഭവിക്കുക ചെയ്യുന്നത്. തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഈ ഒരു അമിതമായിട്ട് അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഈ കേൾവിയുടെ അല്ലെങ്കിൽ വാർദ്ധക്യകാലത്തുള്ള കേൾവി പ്രശ്നം എപ്രകാരമാണ്? ഇവർ നേരത്തെ അവരുടെ മുമ്പുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഇഞ്ചുറീസോ അല്ലെങ്കിൽ മുമ്പുണ്ടായിട്ടുള്ള അമിതമായിട്ടുള്ള സൗണ്ടോ ഒക്കെ ആയിരിക്കും യഥാർത്ഥത്തിൽ പ്രായമാകുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ കേൾവി കുറച്ചുകൂടി കൂട്ടിക്കൊണ്ട് വരിക? ചെറുപ്പത്തിൽ അമിതമായ ശബ്ദത്തിൽ വർക്ക് ചെയ്യേണ്ടി വരുന്ന ചെറുപ്പക്കാർ, അവർക്ക് നേരത്തെ അവർക്ക് കോക്ലിയയിലെ ഹെയർ സെൽസിന് ഡാമേജ് ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഡിഫൻസ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ AK-47 ഉപയോഗിക്കുന്നവർ ഇയർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച് മാത്രമാണ് ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ടിങ്ങിൽ വർക്ക് ചെയ്യുന്നവരും അങ്ങനെയുള്ളവരെല്ലാം തന്നെ ആ ഒരു പർട്ടിക്കുലർ പ്രൊഫഷനിൽ. പക്ഷെ നമ്മൾ അമ്പലങ്ങളിലോ പള്ളികളിലോ വെടിവഴിപാട് നടത്തുന്ന ആൾക്കാരോ അല്ലെങ്കിൽ വെടി പൊട്ടിക്കുന്ന ആൾക്കാരോ അവരാരും ഇയർ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു. പക്ഷേ അവർക്കെല്ലാം വളരെ ചെറുപ്പത്തിലേ തന്നെ ഒരു 30-40 വയസ്സാകുമ്പോൾ കേൾവി കുറയും. പക്ഷേ അതിൻ്റെ ഗ്രാവിറ്റി വളരെ കൂടും. വർഷങ്ങൾ കഴിയുമ്പോഴും അതിൻ്റെ ഗ്രാവിറ്റി വളരെ കൂടുതലായിരിക്കും. പ്രായമായവരിൽ അധികം ശബ്ദത്തിന് എക്സ്പോസ്ഡ് ആയിട്ടില്ലാത്ത കാരണവന്മാർക്കും ഒരു 60 വയസ്സിന് മേലോട്ടുള്ള പല ആൾക്കാർക്കും ഹൈ ഫ്രീക്വൻസി ഹിയറിംഗ് ലോസ് ഉണ്ടാവും. ഹൈ ഫ്രീക്വൻസിയിലാണ് നമുക്ക് ഹൈ പിച്ച് എന്ന് പറയുന്നത്. ഹൈ ഫ്രീക്വൻസിയിലാണ് കൂടുതൽ ആദ്യമേ കേൾവി നമുക്ക് നഷ്ടപ്പെടുന്നത്. ലോ ഫ്രീക്വൻസി കുറച്ചും കൂടെ റോബസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭാര്യയുടേത് ഹൈ പിച്ചാണ്. പ്രൊഡോമിനൻ്റ്ലി സ്ത്രീകളുടെ ശബ്ദം യേശുദാസിൻ്റെ ശബ്ദമല്ല, ചിത്രയുടെ ശബ്ദം. ചിത്രയുടേത് ഹൈ ഫ്രീക്വൻസി ഡോമിനേറ്റഡ് ആണ്, യേശുദാസിൻ്റെ ലോ ടു മിഡ് ഫ്രീക്വൻസി ഡോമിനേറ്റഡ് ആണ്. അപ്പം ഹൈ ഫ്രീക്വൻസി ഹിയറിംഗ് ലോസ് ഭാര്യയ്ക്കും ഭർത്താവിനും ഉള്ളപ്പോൾ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ് ഒരു ചായ വേണോ എന്ന് ചോദിക്കുമ്പം ഭർത്താവ് കേൾക്കുന്നത് ഒരു ചാക്ക് വേണോ എന്നായിരിക്കും ചിലപ്പോൾ. തീർച്ചയായിട്ടും. കാരണം ആ ഭാര്യയുടെ ശബ്ദം ഹൈ ഫ്രീക്വൻസി ഡോമിനേറ്റഡ് ആണ്. അപ്പം ഭർത്താവ് കേൾക്കുമ്പം അതേപോലെ കേൾവിയിലെ വേറൊരു പ്രതിഭാസമാണ്, ഒരു ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് ആണ് ലോ ഫ്രീക്വൻസിയിൽ ഹിയറിംഗ് ലോസ് ഉള്ള ഭാര്യമാരാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഭർത്താവിൻ്റെ ശബ്ദം ഡോമിനേറ്റഡ് ലോ ടു മിഡ് ഫ്രീക്വൻസിയാണ്. അപ്പം ഭാര്യ ഭർത്താവ് പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കില്ല. അതുകൊണ്ട് ഒരു ഹിയറിംഗ് സെൻറ്ററിൽ വരുന്ന ഒരു ക്ലയൻറ്റിനെ മിക്കവാറും ഒരു ഭാര്യ ഭർത്താവിനെ പുഷ് ചെയ്തുകൊണ്ട് വരും, അല്ലെങ്കിൽ ഭർത്താവിനെ ഭാര്യയായിരിക്കും പുഷ് ചെയ്തുകൊണ്ട് വരുന്നത്. കാരണം നമ്മളൊരു സമൂഹ ജീവിയാണ്. അപ്പം നമ്മുടെ പ്രോബ്ലം നമ്മൾ തന്നെയല്ല അനുഭവിക്കുന്നത്, മറ്റേ ആൾക്കും ഇത് തലവേദന ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ കേൾവിക്കുറവ്. തീർച്ചയായിട്ടും സാർ. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഈ കേൾവിക്കുറവ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്? അപ്പോൾ വീട്ടിൽ ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ മുതിർന്ന ഒരാളുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ ഒരു അച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പനൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അവർക്കൊരു ഹിയറിംഗിലോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ അവർ ചോദിക്കാറുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ഒന്നുകൂടെ പറയുമോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ചോദിച്ച് വീണ്ടും ഒന്നുകൂടെ പറയാറുമുണ്ട്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് നമ്മളെ കൂടെയുള്ളവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുക നമ്മളെ വീട്ടിലുള്ള അച്ഛനോ അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്കോ ഒക്കെ ഹിയറിംഗ് പ്രോബ്ലത്തിൻ്റെ തുടക്കമെങ്കിലും ഉണ്ട് നമുക്ക് സഹജീവികൾക്ക് കൂടെയുള്ള ജീവിക്കുന്നവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും? വളരെ എളുപ്പത്തിൽ സാധിക്കും. ഈ സംസാരം തന്നെ ചുവന്നേരെ കേൾക്കാൻ ടെലിഫോണിലൂടെ ഇപ്പം മകൻ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിക്കുന്നു. അപ്പം മകൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല അമ്മ മറുപടി പറയുന്നത്. അമ്മയുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് അമ്മ പറയുന്നത്, അല്ലെങ്കിൽ അച്ഛൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാവുന്നില്ല. ഇന്നലെ ആ കല്യാണത്തിന് പോയോ, പക്ഷേ കേൾക്കുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ തന്നെ മകൻ പറയണം അല്ലെങ്കിൽ മകൾ പറയണം, അമ്മേ ഒരു കേൾവിയുടെ ഒരു ടെസ്റ്റ് നടത്തിയാൽ എന്താ, ഒന്ന് എവിടെയെങ്കിലും പോയി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയി കേൾവിയുടെ ടെസ്റ്റ് നടത്തണം എന്ന് അവർക്ക് ഈസി ആയിട്ട്. പക്ഷേ ഇത് മക്കൾ എത്ര പ്രാവശ്യം പറഞ്ഞാലും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആൾക്കാർക്ക് പ്രായമായവർക്ക് ഒരു പുതിയ ഒരു മെഷീൻ മേടിച്ച് വെക്കുന്നതോ എനിക്കൊരു കുറവുണ്ട് എന്ന് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു സൈക്കോളജിക്കൽ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ പലപ്പോഴും അത് കണ്ണടക്കില്ല താനും. അതായത് കണ്ണട ഒരു പ്രായമാകുന്ന ഒരാൾക്ക് കണ്ണട ഉപയോഗിക്കുന്നത് വളരെ നോർമലായിട്ട് തന്നെ ഉപയോഗിക്കുക. കാരണം പത്രം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്. രാവിലെ ഒരു ചായയുടെ കൂടെ ഒരു പത്രം വായിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവർക്കും ഒരു മലയാളിക്ക് പത്രവായന ശീലം വളരെ കൂടുതലുള്ള ഒരു സമൂഹമാണ് മലയാളികൾ. അപ്പം അതേപോലെ ഒരു ആവശ്യത്തിലൂടെ ഇത് മനുഷ്യർ ചിന്തിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പ്രശ്നം കണ്ടമാനം വഷളാകുന്നതിന് മുമ്പാട് തന്നെ നമ്മൾ ഇൻ്റർവെൻഷൻ നടത്തണം. അതായത് കേൾവിക്കുറവിനെ പല ഗ്രേഡായിട്ട് അതിൻ്റെ കാഠിന്യം പല രീതിയിലാണ്. മൈൽഡ് ഹിയറിംഗ് ലോസ് ഉണ്ട്, മോഡറേറ്റ്ലി സിവിയർ, പ്രൊഫൗണ്ട്. പലപ്പോഴും നമ്മുടെ മെഡിക്കോ സിസ്റ്റത്തിൽ
സാരയില്ല, ഇപ്പം അങ്ങോട്ട് കുഴപ്പമില്ല, ഒരു മോഡറേറ്റ് ലോസ് ഉണ്ട്, എത്രത്തോളം പോകുന്നു എന്ന് കാണട്ടെ, അങ്ങ് പൊക്കോട്ടെ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ഇത് പോസ്റ്റ്പോൺ ചെയ്ത് അവസാനം ഒരു പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ്, അതായത് 90 ഡെസിബലിന് താഴെ വന്നു കഴിയുമ്പോഴാണ് ഇവരൊരു ഇൻ്റർവെൻഷന് വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ശ്രവണ സഹായിക്ക് ഇത് ആംപ്ലിഫൈ ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് സ്പീച്ച് ക്ലാരിറ്റി, നമുക്ക് സ്പീച്ചാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ ഭാഷ 250 ഹെർട്സ് മുതൽ 8000 ഹെർട്സ് വരെ ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഹ്യൂമൻസിന് 20 ഹെർട്സ് മുതൽ 20000 ഹെർട്സ് വരെ കേൾക്കാം. പക്ഷെ നമ്മുടെ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഇതിൽ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്, 250 ഹെർട്സ് മുതൽ 8000 ഹെർട്സ് വരെ. അപ്പോൾ ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ, അതായത് പഠിച്ച ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി നമ്മൾ കേൾവിയുടെ ടെസ്റ്റ് നടത്തും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം സൈറ്റ് ഓഫ് ലീഷൻ ടെസ്റ്റ്, അതായത് എവിടെയാണ് ചെവിക്ക് ഔട്ടർ ഇയർ ഉണ്ട്, മിഡിൽ ഇയർ ഉണ്ട്, ഇന്നർ ഇയർ ഉണ്ട്, എവിടെയാണ് പ്രോബ്ലം എന്ന് ഒരു ഓഡിയോളജി ടെസ്റ്റിലൂടെ, ഒരു ഓഡിയോഗ്രാമിലൂടെ ഒരു ഓഡിയോളജിസ്റ്റ് കണ്ടുപിടിക്കില്ലെങ്കിൽ അയാൾ നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ് ജോബ്. അതാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ഏത് ജോലി എടുത്താലും നമ്മൾ ആ ജോലിക്ക് പര്യാപ്തനല്ലെങ്കിൽ, നമുക്കത് ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളതിന് ഫിറ്റല്ല. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, നമ്മൾക്കെല്ലാവർക്കും ഈ ടെസ്റ്റ് നടത്തിയ ശേഷം റിസൾട്ട് കിട്ടാനുള്ള അവകാശമുണ്ട്. നമ്മൾ പൈസ പേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് കിട്ടണം. അതുകൂടാതെ ഈ ഓഡിയോളജിസ്റ്റ് നമുക്ക് ഈ റിസൾട്ട് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ആ റെസ്പോൺസിബിലിറ്റി വേറൊരാളെ ഏൽപ്പിക്കരുത്. നമ്മൾ ചെയ്തു, നമ്മളതിൻ്റെ റിസൾട്ട് ഭംഗിയായിട്ട് സിമ്പിളായിട്ട് ഞാനൊരു നോബൽ ലൊറേറ്റിൻ്റെ ഒരു റെക്കോർഡിങ് ഓസ്ട്രേലിയയിൽ വെച്ച് കണ്ടു. അദ്ദേഹം ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു രീതിയിലാണ് പല ബീഡ്സ് കൊണ്ട് അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്ത് പുള്ളിയുടെ റിസർച്ച് നോബൽ പ്രൈസ് കിട്ടാനുള്ള. അതാണ് ഒരു നല്ല ഒരു എഡ്യൂക്കേറ്ററെ സംബന്ധിച്ചോളം ഏത് ലെവലിൽ ഒരു പോസ്റ്റ് ഡോക്ക് ലെവലിലുള്ള ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെയല്ല ഒരു കൃഷിക്കാരനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അയാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട്. സാർ, സാധാരണഗതിയിൽ ഒരു കേൾവിക്കുറവ് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ കേൾവിക്കുറവും അത് ചികിത്സിക്കേണ്ടതാണോ, ഏത് രീതിയിലായിരുന്നാലും? അതോ നമുക്ക് ചില കേൾവിക്കുറവുകൾ നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും? കേൾവിക്കുറവ് എവിടെയാണ് ചെവിയിൽ പ്രശ്നം എന്നുള്ളതിനെ ആശ്രയിച്ച് 3 തരത്തിലാണ്. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയുടെ മധ്യഭാഗത്താണ് പ്രശ്നം. ആ പ്രശ്നം ഒരു ENT സ്പെഷ്യലിസ്റ്റാണ് കൈകാര്യം ചെയ്യേണ്ടത്. ചിലപ്പോൾ നമുക്ക് പെർഫറേഷൻ ഉണ്ടാകും, ഇയർ ഡ്രമ്മിന് തുള, ഒരു പക്ഷേ അടിയോ ഏതെങ്കിലും ഇഞ്ചുറി ഏതെങ്കിലും രീതിയിൽ അതെ അവത്തിൽ പഴുപ്പ് വരുന്നുണ്ടാകാം. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലം ഒരു ENT സ്പെഷ്യലിസ്റ്റ് അത് പാച്ച് ചെയ്യണം. അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊണ്ട് ഇൻഫെക്ഷൻ മധ്യഭാഗത്തുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതെല്ലാം മെഡിക്കൽ സൈഡായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണം. പക്ഷേ അതിന് തന്നെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ചില സമയത്ത് പ്രായം ഒരു തടസ്സമായിരിക്കാം. ഒരു 65 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സായ ഒരാൾക്ക് പസ് തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില സമയത്ത് ചിലപ്പം ഡോക്ടർ തീരുമാനിക്കും ഈ പ്രായത്തിൽ പ്രഷറും കാര്യങ്ങളും ഉള്ളപ്പം ചെയ്യേണ്ട കാര്യമുണ്ടോ ഓപ്പറേഷൻ, എന്നാൽ ഇത് സഹിച്ചോ, അത് കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പം മിഡിൽ ഇയർ പ്രോബ്ലം ചെറുപ്പക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോട്ട് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് മിഡിൽ ഇയറിലാണ് പ്രോബ്ലം. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുമ്പോൾ ചെവിയുടെ ഉൾഭാഗത്തുള്ള പ്രശ്നം, അത് ഹെയർ സെൽസിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഹെയർ സെൽസിലാണ് കോക്ലിയ, ഹെയർ സെൽസ് കോക്ലിയക്കകത്താണ് ഇരിക്കുന്നത്. അവിടെയായിരിക്കും മജോറിറ്റി സെൻസറി ന്യൂറൽ. ഇറ്റ് ക്യാൻ ബി സെൻസറി ഓർ ഇറ്റ് ക്യാൻ ബി ന്യൂറലും ആകാം, നെർവിലും ആകാം പ്രോബ്ലം. പക്ഷേ മജോറിറ്റി ഓഫ് ദ കേസസ് ഈ ഹെയർ സെൽസിലാണ് ഈ പ്രോബ്ലം. അപ്പോൾ അതിന് വൈദ്യശാസ്ത്രത്തിൽ മരുന്നില്ല. തീർച്ചയായിട്ടും സാർ. അപ്പോൾ പലപ്പോഴും ഈ ശ്രവണ സഹായികൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് പലപ്പോഴും സംശയങ്ങളുണ്ടാകുന്നത്. അതായത് ഒന്ന്, നമ്മൾ പത്രങ്ങളിലൊക്കെ ചിലപ്പോൾ പരസ്യം കാണാൻ നമുക്കൊരു ഇപ്പോൾ കേൾവിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിലേക്ക് അയച്ച് തന്നു കഴിഞ്ഞാൽ കേൾക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നമുക്ക് തന്നെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ശ്രവണ സഹായികൾ. നമ്മൾ ഒരു ശ്രവണ സഹായി തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒത്തിരിയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ വിദേശി ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യേണ്ട ഹോംവർക്ക് നമ്മൾ ചെയ്യണം. ഏത് ഒരു സാധനം മേടിക്കുമ്പോഴും, അതൊരു കൺസ്യൂമർ ഗുഡ് ആയിക്കോട്ടെ, ഏത് സാധനം മേടിക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ഹോംവർക്ക് നമ്മൾ ചെയ്തിട്ടേ ഉള്ളൂ നമ്മളതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാവുള്ളൂ. പ്രധാനപ്പെട്ട ഈ ഡോക്ടർ പറഞ്ഞ പോലെ ക്ലാസിഫൈഡിൻ്റെ അകത്ത് ഒത്തിരിയേറെ ആൾക്കാർ തട്ടിപ്പിന് ഇരയാവുന്നുണ്ട്.
ഞാനും ആ പരസ്യം കണ്ട് ഞാനും വിളിച്ചു നോക്കി. കാരണം നമുക്ക് തന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. മറ്റുള്ളവർ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നം എന്നാന്ന് നമ്മളും കൂടെ അനുഭവിച്ചാലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ജർമ്മൻ മെയ്ഡാണ്, വീട്ടിൽ കൊണ്ടുവന്ന് തരും. ഞാൻ ചോദിച്ചു കേൾവി ടെസ്റ്റ് നടത്തുമോ? അതിനെപ്പറ്റിയിട്ടൊന്നും വ്യക്തമായ മറുപടിയില്ല. അപ്പോൾ എല്ലാവരും കേൾവി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കാവൂ. ഓരോരുത്തർക്കും ഡെഫിനറ്റ് ആയിട്ടും അവരുടേതായ രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. തീർച്ചയായിട്ടും ആ പ്രോഗ്രാം ചെയ്യുമ്പം നമ്മുടെ കേൾവിക്കുറവിനനുസരിച്ചാണ് അത് പ്രോഗ്രാം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ചുമ്മാ ഒരു ഇൻസ്ട്രുമെൻ്റ് കടയിൽ നിന്ന് മേടിച്ചിട്ട് അതിൻ്റെ വോളിയം കൂട്ടി വെക്കുകയല്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒരു വെടിക്കെട്ടിന് പോകുമ്പോൾ അത് അരോചകമായ രീതിയിൽ നമ്മൾ അന്നേരം ഇത് വലിച്ചു പറിച്ചെടുക്കും ചെവിയിൽ നിന്ന്. കാരണം അത് കംപ്രസ് ചെയ്തല്ല ഉള്ളിലോട്ട് കടത്തുന്നത്, അത് ആംപ്ലിഫൈ ചെയ്യും. ഈ ഒരു 110 ഡെസിബൽ സൗണ്ട്, ഒരു കഥനായുടെ സൗണ്ടോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഈ വളരെ ശബ്ദം കൂടിയ ഈ വെടിക്കെട്ടിൻ്റെ ശബ്ദം നമുക്ക് സഹിക്കാൻ പറ്റാതെ ഇൻടോളറബിളായിട്ട് അത് ചെവിയിലോട്ട് കിടക്കും. അങ്ങനെ ഒരിക്കലും മേടിച്ച് വെക്കരുത്. അങ്ങനെ മേടിച്ച് വെച്ച ഒത്തിരി പേര് ഞങ്ങളുടെ ഹിയറിംഗ് സെൻറ്ററിൽ വന്നിട്ട് അത് കാണിച്ച് ഞങ്ങൾക്ക് 3300 രൂപ നഷ്ടപ്പെട്ടു പോയി, ഇത് വെറും വേസ്റ്റായി പോയി, ഞങ്ങൾ ഒരാഴ്ച പോലും ഉപയോഗിച്ചില്ലെന്ന് പറയും. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും കേട് ചെവിക്ക് സംഭവിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇത് നമ്മൾ അമിതമായ ശബ്ദം, നമ്മളൊരു സ്പീക്കറിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അപ്പം ശ്രവണസഹായി ഈ ഹിയറിംഗ് എൻഹാൻസർ എന്നാണ് ഈ പത്രത്തിലൂടെ വിൽക്കുന്ന ഈ സാധനത്തിന് പറയുന്നത്. അത് ഒരു ഹിയറിംഗ് എയ്ഡല്ല, ഒരു ഹിയറിംഗ് എൻഹാൻസറാണ്. അപ്പോൾ അവിടെ ഒരു കേൾവിയുടെ ടെസ്റ്റ് ഒന്നും നടത്തുന്നില്ല. ചുമ്മാ നമുക്കൊരു മൈൽഡ് ലോസ് അല്ലെങ്കിൽ നമുക്കൊരു ചുമ്മാ ഒരു കമ്പതി കണക്ക് പോലെയാണ്. നല്ല കേൾവിക്കുറവുണ്ടോ, നല്ല പവറുള്ള ഈ ഹിയറിംഗ് എൻഹാൻസർ വെക്കുക. അപ്പം അത് ജനങ്ങൾ ബോധവാന്മാരാകണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ചെയ്യേണ്ടത് ഒരു പഠിച്ച ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കേൾവി ടെസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ കേൾവി ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ എവിടെയാണ് പ്രോബ്ലം എന്ന് അത് അദ്ദേഹത്തെ കൊണ്ട് അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കുക. എന്നിട്ട് നമുക്ക് അടുത്തത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ പറ്റും? എവിടെയാണ്? ചെവിയുടെ ഉൾഭാഗത്താണോ, ചെവിയുടെ മധ്യഭാഗത്താണോ, അല്ലെങ്കിൽ ചില കേസസിൽ നമുക്ക് ചെവിയില്ലാതെ ജനിക്കുന്ന കുട്ടികളുണ്ട്. അവിടെ സർജറിയിലൂടെ നമുക്ക് സുഷിരമുണ്ടാക്കി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നീട് വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് കോക്ലിയർ ഇംപ്ലാന്റ്. വിദേശ രാജ്യത്ത്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ ഓഡിയോളജിയിൽ മാസ്റ്റേഴ്സ് ചെയ്തെന്നൊരു വ്യക്തി, ഞാനും എൻ്റെ ഭാര്യയും, ഞങ്ങൾ അവിടെയാണ് പഠിച്ചത്. അവിടെ ഗവൺമെൻറ് വളരെയേറെ പ്രാധാന്യത്തോടു കൂടിയാണ് കുട്ടികളുടെ കേൾവി വൈകല്യം, അതായത് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉള്ള ഒരു കൊച്ചിന് $30,000 ഓസ്ട്രേലിയൻ ഗവൺമെൻറ് കൊടുക്കാൻ യാതൊരു വിമുഖതയില്ല. കാരണം ഇദ്ദേഹത്തിന് ഈ കുട്ടി വളർന്നു വരുമ്പോൾ വിദ്യാഭ്യാസത്തിലും എല്ലാം നല്ല പുരോഗതിയാണ് ഉണ്ടാകുന്നത്. കാരണം കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം $30,000 ഇനിഷ്യലി ചിലവാക്കുന്നതിലൂടെ ആ കൊച്ചിനെ എൻപവർ ചെയ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും സാർ, ഇതുപോലെ ഒരു ഹിയറിംഗ് എയ്ഡ് വാങ്ങിച്ചു വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കണം? പലപ്പോഴും നമുക്കറിയാം ഒരു യങ്സ്റ്റർ അല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ഒരാൾ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും അവർ ഒരു വിമുഖത കാണിക്കുന്നത് ഇപ്പോൾ പുറത്ത് കാണപ്പെടുന്ന ഒരു ഹിയറിംഗ് എയ്ഡ്, ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇത് കാണുമ്പോൾ മോശം വിചാരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാകുന്ന പ്രായമായ ആൾക്കൊന്നും അവർക്കൊരു ഹിയറിംഗ് എയ്ഡ് വച്ചുകൊണ്ട് നടക്കുന്നതിനോ അല്ലെങ്കിൽ പോക്കറ്റിലോ ചെവിയിലോ ഒരു ഹിയറിംഗ് എയ്ഡ് പുറത്ത് കാണത്തക്ക രീതിയിൽ വയ്ക്കുന്നത് കൊണ്ട് അവർക്കൊരു പക്ഷേ ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല. അപ്പോൾ ഒരു ഹിയറിംഗ് എയ്ഡ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഹിയറിംഗ് എയ്ഡ് സെലക്ട് ചെയ്യുമ്പോൾ ഈ പ്രായമായ വ്യക്തിയാണോ അതോ ചെറുപ്പക്കാരനാണോ, അദ്ദേഹത്തിൻ്റെ കേൾവിയുടെ ഗ്രാവിറ്റി, കേൾവിക്കുറവ് എന്തുകാരമുണ്ട്, പിന്നീട് പുറത്ത് വെക്കുമ്പോൾ മറ്റുള്ളവർ കളിയാക്കുക. നമുക്കൊരു പേഴ്സണൽ പ്രൈവസി ഉണ്ട്. നമുക്കൊരു കുറവുണ്ടെങ്കിൽ അതിനെ കളിയാക്കേണ്ട ഒരു കാര്യമില്ല. നമുക്കൊരു ആറ്റിറ്റ്യൂഡിൽ ഇഷ്യൂ ഉണ്ട്. ഒരാളെ നമ്മൾ ആ പൊട്ടൻ അല്ലെങ്കിൽ ആ ചാട്ടൻ, നമുക്കൊരാളുടെ വൈകല്യത്തെ വെച്ച് നമ്മൾ അയാളെ വിളിക്കും. അതൊട്ടും ശരിയല്ല. വിദേശ രാജ്യത്ത് ഒരിക്കലും ഒരാളെ ഒരു പോരായികയിലൂടെയല്ല നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. നമുക്കെപ്പോഴും ഒരാളുടെ നെഗറ്റിവിറ്റി, ഞാനിത് പറഞ്ഞു വരുന്നത് ഈ ചെവിയുടെ പുറകിൽ വെക്കുന്ന ശ്രവണ സഹായിയുണ്ട്. നമുക്കിതെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേൾവിക്കുറവിൻ്റെ കാഠിന്യം എത്ര, അതൊരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. പിന്നെ മറ്റുള്ളവരാരും ശ്രദ്ധിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ചെറിയ ടൈപ്പ് ചെവിയുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന ശ്രവണ പുറത്ത് കാണുകയില്ല. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് വെക്കുന്ന ബാറ്ററിയുടെ സൈസ് വളരെ ചെറുതാണ്. അപ്പം ചെറിയ ബാറ്ററി ആകുമ്പോൾ ഇതിനേക്കാളും കുഞ്ഞ് സൈസ് 10 ബാറ്ററിയാണ്. അപ്പം കുഞ്ഞു ബാറ്ററി ആകുമ്പോൾ അതിൻ്റെ അകത്തെ കറണ്ട് വളരെ കുറവായിരിക്കും. ഇപ്പം വലിയ ഇപ്പം പുറകിലുള്ള ഇത് വലിയൊരു ബാറ്ററിയാണ്, 675 എന്ന് പറയുന്നൊരു വലിയ ബാറ്ററിയാണ്. ഈ ബാറ്ററിക്കകത്തുള്ള കറണ്ടല്ല ഒരു കുഞ്ഞ് സൈസ് 10 ബാറ്ററിക്കകത്തുള്ള കറണ്ട്. ഇതാണ് സൈസ് 10 ബാറ്ററി. അപ്പം ഇത് കൂടി വന്നാൽ ഒരു 5 ദിവസമേ ലാസ്റ്റ് ചെയ്യുള്ളൂ.
അപ്പോൾ ഓരോ 5 ദിവസം കൂടുമ്പോഴും നമുക്കൊരു 30 രൂപയുടെ ചെലവഴിക്കണം. ഇതാണെങ്കിൽ ഒരു 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെ ലാസ്റ്റ്. അപ്പോൾ പ്രായമായവർക്ക് പലപ്പോഴും ചെറിയ രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് കൈകാര്യം ചെയ്യാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അവർക്ക് ഏതാണ് അഡ്വൈസബിൾ? പ്രായമായവർക്ക് ഒരുപക്ഷെ വീട്ടിലായിരിക്കാം, അധികം പുറത്തൊന്നും പോയി ജോലിക്ക് പോകുന്നില്ല, വീട്ടാവശ്യത്തിനുമായിട്ട് മാത്രം പോകുന്ന ആൾക്കാരായിരിക്കും. അത് ചെവിയുടെ പുറകിൽ വെക്കുന്നത് തന്നെയാണ്. കാരണം ഈ ബാറ്ററി ഡോർ തുറക്കാനും അവരെ കൊണ്ട് ചിലപ്പം പ്രായമാകുമ്പോൾ നമുക്ക് കൈയുടെ മൂവ്മെൻ്റ് ഒക്കെ ചെറിയ റെസ്ട്രിക്ഷൻ ഉണ്ടാകാം. ചെറിയ ആർത്രൈറ്റിസിൻ്റെ പ്രോബ്ലംസ് എല്ലാം വളരെ പ്രായം കൂടുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുറകിൽ വെക്കുന്നത്, ചെവിയുടെ പുറകിൽ വെച്ച് ഇപ്പം നമ്മൾ ചെവിയുടെ പുറകിലോട്ട് വെച്ചിട്ട് നമുക്ക് ചെവിയുടെ ഉള്ളിലോട്ട്, അപ്പം ഇത് സൗണ്ടിനെ, കേൾക്കുന്ന ശബ്ദത്തെ ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ചെവിയുടെ ഉള്ളിലോട്ട് എത്തിക്കുന്നു. അപ്പം അതായിരിക്കും പ്രിഫറബിൾ. പക്ഷേ ചിലവർക്ക് വാർദ്ധക്യം ഒരു പ്രോബ്ലം അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമേജാണ്. മറ്റുള്ളവർ മുമ്പിൽ എനിക്കൊരു ഹിയറിംഗ് ഹാൻഡിക്യാപ്പ് ഇല്ല എന്നുള്ള ആ ഒരു ഇത്, അവർക്ക് പൈസ കൂടുതൽ ചിലവാക്കുന്നതിന് അവർക്ക് യാതൊരു മടിയില്ല. അവരെ സംബന്ധിച്ചോളം മറ്റുള്ളവർ ശ്രദ്ധിക്കരുത്. ഇത് പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കോണ്ടാക്ട് ലെൻസ് വെക്കുകയും വിവാഹശേഷം കണ്ണാടി വെക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ മറ്റുള്ളവർ ശ്രദ്ധിക്കേണ്ട, അത് ആൾക്കാരുടെ പ്രിഫറൻസാണ്. തീർച്ചയായിട്ടും സാർ. അപ്പോൾ പലപ്പോഴും ഈ ഹിയറിംഗ് എയ്ഡിൻ്റെ പ്രശ്നം വരുന്നത് ഇതിൻ്റെ പണത്തിലാണ്. പലപ്പോഴും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ് പോലും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഒരാളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് അയാൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഹിയറിംഗ് എയ്ഡ് നമുക്ക് നൽകാൻ സാധിക്കുക? ഹിയറിംഗ് എയ്ഡ് ഡിജിറ്റലി പ്രോഗ്രാമബിൾ ആയിട്ടുള്ള ശ്രവണ സഹായികൾ 7500 രൂപ മുതൽ, അപ്പോൾ അതായത് BT, ഞാൻ പൊതുവേ പറയുന്നത് പുറത്ത് വെക്കുന്ന ശ്രവണ സഹായികൾ, നമ്മുടെ ചെവിയുടെ പുറകിൽ വെക്കുന്നത്, അത് 7500 രൂപ മുതൽ 2,50,000 രൂപ വരെ വിലയുള്ള ശ്രവണ സഹായികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന ഇത് ഒരു 15,000 രൂപയിൽ സ്റ്റാർട്ട് ചെയ്ത് 2,50,000 വരെ വരും. ഈ വില കൂടുന്നതനുസരിച്ച് ഈ സൗണ്ടിൻ്റെ ക്ലാരിറ്റി വളരെയേറെ കൂടും. സൗണ്ടിൻ്റെ അത് അവിടെയാണ് നമ്മൾ ഈ സിംഗിൾ ചാനൽ ഹിയറിംഗ് എയ്ഡിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി ആയിരിക്കുകയില്ല 48 ചാനലുള്ള ഒരു ഹിയറിംഗ് എയ്ഡിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി. അപ്പം ഞാൻ എപ്പോഴും ക്ലിനിക്കിൽ വരുന്ന എൻ്റെ ക്ലയൻസിനോട് പറയാറുണ്ട്, ആന വാ വിളിക്കുന്ന പോലെ എണ്ണ വാ വിളിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, ഇവിടെ പലപ്പോഴും ഇവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു, ഒരാൾ പറഞ്ഞു, ഓഡിയോളജിസ്റ്റ് പറഞ്ഞു 45,000 രൂപയുടെ ശ്രവണ സഹായിയെ പറ്റൂ. അന്നേരം അദ്ദേഹം രൂപ ഇല്ലാഞ്ഞിട്ടും അദ്ദേഹം അത് ഉണ്ടാക്കി 45,000. കാരണം അദ്ദേഹത്തെ അന്ധമായിട്ട് ആ ഒരു വിശ്വാസമാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഫീച്ചറുകൾ കൂടും, വില കൂടുമ്പോൾ. പക്ഷേ 15,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും അതേ ഫീച്ചേഴ്സ് ഉള്ളത് ലഭ്യമാകും. അത്രയും ഫീച്ചർ ഇല്ലെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ളത്. അപ്പം നമ്മൾ എന്തിനാണ് ഒരാളെ ചതിക്കുന്നത്? അതായത് നമ്മൾ ഇവിടെയാണ് ഒരു അൺഎത്തിക്കൽ പ്രാക്ടീസ് ഇവിടെയുണ്ട്. നമ്മൾ സത്യസന്ധരായിരിക്കണം. നമ്മുടെ ചെവിയുടെ CIC, ചെവിയുടെ ഈ ഉള്ളിൽ വെക്കുന്ന ഈ ശ്രവണ സഹായികൾ, വളരെ ചെറുതായിട്ടുള്ള ഈ ശ്രവണ സഹായിക്ക് ടെലികോയിൽ ഫെസിലിറ്റി ഇല്ല. ഞാനൊരു മാഗസിനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ജൂൺ മാസത്തിലേക്കത്തിൽ. ഇതിന് ടെലികോയിൽ ഫെസിലിറ്റി, അതായത് നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ 1-to-1 സംസാരിക്കുന്ന ഒരു പ്രതീതി നമുക്കുണ്ടാവും, ടെലികോയിൽ എന്ന് പറയുന്ന ഫെസിലിറ്റി. പക്ഷേ ഈ സൈസ് കൂടിയതിനൊക്കെ ടെലികോയിൽ ഫെസിലിറ്റി നമുക്ക് കൊടുക്കാൻ സാധിക്കും. കാരണം ഇവിടെ സൈസ് ഉണ്ട്, ഒരു ബട്ടൺ ഞെക്കാൻ പറ്റും, അപ്പോൾ ആ പ്രോഗ്രാം ചേഞ്ച് ചെയ്യും. അപ്പോൾ എന്തിനാണ് ഈ ഇല്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുത്ത് ആൾക്കാരെ ശ്രവണ സഹായി വിൽക്കുന്നത്? തീർച്ചയായിട്ടും സാറിൻ്റെ തിരക്കേറിയ സമയം കേരള പീപ്പിളിനോട് സഹകരിച്ചതിന് ഇനി ഒരു അവസരത്തിൽ വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.